Assalamualaikum. Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, പ്രൗഢോജ്വലമായ ഒരു പ്രഭാഷണത്തിന് ശേഷം അവശേഷിക്കുന്ന സോളിഡാരിറ്റിയുടെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഇടപെടലുകളുടെ മേഖലകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സഹോദരന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. മുതലാളിത്ത സാമ്രാജ്യത്വത്തിനെതിരിൽ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ പോഷക സംഘടനയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ സമര പോരാട്ടങ്ങളെക്കുറിച്ച് സുദീർഘമായ ഒരു പ്രഭാഷണം നാം കേട്ടുകഴിഞ്ഞു. ആഗോളതലത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കനത്ത കടുത്ത വെല്ലുവിളി ഏത് എന്ന ചോദ്യത്തിന് നാം അഭിപ്രായ വ്യത്യാസമില്ലാതെ നൽകുന്ന ഉത്തരമാണ് മുതലാളിത്ത ദർശനത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട സാമ്രാജ്യത്വം എന്നത്. ആ സാമ്രാജ്യത്വത്തിന്റെ കനത്ത വെല്ലുവിളിക്കെതിരിൽ ആഗോളതലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രസ്ഥാനവും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വത്തെ പോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടുത്ത വെല്ലുവിളിയാണ് ഫാഷിസം അഥവാ വർഗീയത എന്ന് പറയുന്നത്. വർഗീയ ഫാഷിസം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അർബുദം കണക്കെ പിടികൂടിയ അപകടകരമായ രോഗമാണല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വധത്തോടുകൂടി ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്ത് തേരോട്ടം ആരംഭിക്കുകയുണ്ടായി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുതലാളിത്ത ദർശനത്തിന്റെ സാമ്രാജ്യത്വ ശക്തിയുടെ അടിസ്ഥാനം മുതലാളിത്തവും വംശീയതയുമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഫാസിസത്തിന്റെയും ഹൈന്ദവ ഫാസിസത്തിന്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത് വംശീയത തന്നെയാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകയുദ്ധങ്ങൾക്ക് വരെ വഴിവെച്ച അപകടകരമായ വംശീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒരു ചരിത്രം, മഹിതമായ പാരമ്പര്യം എന്ന് പറയുന്നത് ഫാസിസത്തോട് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ പാരമ്പര്യമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിലും സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മുടെ രാജ്യത്തെ ജനത അനുവദിക്കുകയില്ല എന്ന നിരന്തരമായ തിരിച്ചടി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, അടിസ്ഥാനപരമായി നമ്മുടെ നാട് മതവിശ്വാസികളുടെ നാടാണ്. വിവിധ മതക്കാർ ഏകോദര സഹോദരങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണാണ് ഇന്ത്യയുടെ മണ്ണെന്ന് പറയുന്നത്. ആ മതവിശ്വാസികളുടെ കൂട്ടായ്മയുടെ കരുത്താണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് നാം അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിച്ചത് ഈ കൂട്ടായ്മയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഡച്ചുകാരനെയും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരനെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരനെയും ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കെട്ടിച്ചത് രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും ഈ അർത്ഥത്തിലുള്ള കൂട്ടായ പ്രവർത്തനമായിരുന്നു. 1857 നമ്മുടെ രാജ്യത്ത് നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 150ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്. 1857 ആരംഭിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആരായിരുന്നു പങ്കാളികളെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ജനതയായിരുന്നു അതിൽ പങ്കാളികളായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ രാജ്യത്ത് സമരം ആരംഭിച്ചത്. ഈ രാജ്യത്തിന്റെ ദേശീയ സമരത്തിന്റെ മുൻനിരയിലുള്ള ആളുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ഗാന്ധിജിയെ പോലെ അബുൽ കലാം ആസാദിനെ നമുക്ക് വായിക്കേണ്ടതായി വരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ അതുപോലെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കളെ പോലെ തന്നെ ജാതിമത പരിഗണനകൾക്ക് അതീതമായി മനുഷ്യരെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള ഷൗക്കത്ത് അലിയെ പോലെയുള്ള
ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വർഗീയ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്ത് ഏതെല്ലാം ഘട്ടങ്ങളിൽ വേരൂന്നാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം അതിനെ തടയിട്ട് നിർത്തുന്ന സൗഹൃദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുന്ന നാടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരവും നമുക്ക് നൽകുന്ന വിദ്യാഭ്യാസം അതുതന്നെയായിരുന്നു. ടിപ്പുവിന്റെ കരുത്ത് പൂർണ്ണമായിരുന്നത് പൂർണ്ണയയിലൂടെയാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ സാമൂതിരിയുടെ കരുത്ത് പൂർണ്ണമായത് കുഞ്ഞാലിമരക്കാരിലൂടെയായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയ നാട്ടുരാജാക്കന്മാർ ഒറ്റക്കെട്ടായിട്ടായിരുന്നു ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അധിനിവേശ ശക്തികൾ ഭിന്നിപ്പിന്റെ വിത്തുമാകുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരായ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ആക്കം കൂട്ടുന്ന സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തും ലോകത്തിന്റെ വിവിധ കോണുകളിലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ യഥാർത്ഥത്തിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതല്ലാത്ത മറുവഴിയില്ല എന്നുള്ളിടത്തിൽ നിന്നാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രം ബ്രിട്ടീഷുകാർ പ്രയോഗിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ മാത്രം ആയുധമല്ല. എന്നെല്ലാം ലോകത്ത് അധിനിവേശത്തിന് ആരെല്ലാം ഒരുമിട്ടിറങ്ങിയിട്ടുണ്ടോ എന്നും അധിനിവേശ ശക്തികൾ എടുത്തുപയോഗിച്ച ആയുധമാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ളത്.